അസ്സലാമു അലൈക്കും. മർഹബൻ അഹ്ലൻ വസഹ്ലൻ യാ അസ്തിക്കായി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളൊന്ന് തുടങ്ങിയാലോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ 1ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? കെൻസുൽ ലാ യൻഫദു. കെൻസുൽ എന്ന് പറഞ്ഞാൽ ട്രഷർ, ലാ യൻഫദു പറഞ്ഞാൽ തീരാത്ത, എന്ന് വെച്ചാൽ നെവർ റൺ ഔട്ട്. കെൻസുൽ ലാ യൻഫദു പറഞ്ഞാൽ തീരാത്ത നിധി. കെൻസ് പറഞ്ഞാൽ നിധി, തീരാത്ത നിധി, നെവർ റൺ ഔട്ട് ട്രഷർ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൽ 3 ചാപ്റ്ററാണുള്ളത്. അതിൽ 1ാമത്തെ ചാപ്റ്റർ മാ സോഫിൻ ഖിസ്സ വാക്കയ്യ. അതൊരു സംഭവ കഥയാണ്. ഖിസ്സ പറഞ്ഞാൽ സ്റ്റോറി, വാക്കയ്യ പറഞ്ഞാൽ ഒരു സംഭവിച്ച സ്റ്റോറി, എന്ന് വെച്ചാൽ ഒരു റിയൽ സ്റ്റോറി, ട്രൂ സ്റ്റോറി എന്ന് പറയാം. ഖിസ്സ വാക്കയ്യ പറഞ്ഞാൽ ട്രൂ സ്റ്റോറി എന്ന് വെച്ചാൽ റിയൽ സ്റ്റോറി. അപ്പോൾ മാ സ്വാഫിൻ, മാ വാട്ടർ, വെള്ളം, സ്വാഫിൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ വാട്ടർ, ക്ലിയർ, തെളിഞ്ഞ വെള്ളം എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. പിന്നെ 2ാമത്തെ ചാപ്റ്റർ എന്താ? സമാഉൻ മുംതിറത്തുൻ. അതൊരു ഹിവാറുൻ, അതൊരു ഹിവാറാണ്. ഹിവാർ പറഞ്ഞാൽ എന്താ? കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? സമാഉൻ എന്ന് പറഞ്ഞാൽ സ്കൈ, ആകാശം. മുംതിറത്തുൻ, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആകാശം എന്ന് വെച്ചാൽ റൈനി സ്കൈ. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ത്? റൈനി സ്കൈ, സമാഉൻ മുംതിറ. ഇനി 3ാമത്തെ ചാപ്റ്റർ നോക്കാം. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താ? മാ അസ്മനൽ മാ. മാ അസ്മന പറഞ്ഞാൽ എന്താ പറയുക? നമ്മൾ അത്ഭുതത്തിൽ പറയുമ്പോഴാണ് മാ അസ്മന എന്ന് ആ ഒരു ശൈലിയിൽ ഉച്ചരിക്കുക. അപ്പോൾ അതൊരു മല്ലൂമാണ് കേട്ടോ, കവിതയാണ്. മല്ലൂം എന്ന് പറഞ്ഞാൽ ഒരു കവിതയാണ്. അപ്പോൾ എന്താണ് മാ അസ്മന പറഞ്ഞാൽ? ഹൗ പ്രേഷ്യസ്, എത്ര വിലപ്പെട്ടതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ പ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര വിലപ്പെട്ടതാണ്. അൽമാവ്, വെള്ളം. ഹൗ പ്രേഷ്യസ് ഇസ് വാട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളം എത്ര വിലപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അതൊരു കവിതയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ള ചാപ്റ്ററുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 3 ചാപ്റ്ററാണുള്ളത്. അതിലൊന്ന് ഖിസ്സ വാക്കയ്യ, ഒരു സംഭവ കഥയാണ്. പിന്നെ ഒന്ന് ഹിവാറാണ്, ഒന്ന് കവിതയാണ്. അപ്പോൾ നമുക്ക് 10ാമത്തെ പേജിലോട്ടൊന്ന് നോക്കാം. നുലാഹിൽ സൂറത്ത വനുഅബ്ബിറു. നുലാഹിൽ സൂറത്ത് പറഞ്ഞാൽ നമുക്ക് ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കാം. വി നോട്ടീസ് ദ പിക്ചർ. വനുഅബ്ബിറു ആൻഡ് എക്സ്പ്രസ്, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. താഴെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ വി നോട്ടീസ് ദ പിക്ചർ ആൻഡ് എക്സ്പ്രസ്. താഴെയുള്ള പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ മാതാ നറ ഫിസ്സൂറത്തി? മാതാ നറ ഫിസ്സൂറത്തി? ഒരു പൈപ്പ് കാണുന്നുണ്ട്, ബക്കറ്റിൽ വെള്ളം കാണുന്നുണ്ട്, ഒരു ഖത്രത്തുൽ മാ കാണുന്നുണ്ട് അല്ലേ? ഒരു വാട്ടർ ഡ്രോപ്പ്, വെള്ളത്തുള്ളി കാണുന്നുണ്ട്. അപ്പോൾ മിൻ ഐന ജാത്ത് ഓർ നസലത്ത് ഖത്രത്തുൽ മാ? മിൻ ഐന നസലത്ത് ഖത്രത്തുൽ മാ? എവിടെ നിന്നാണ് ഈ വെള്ളത്തുള്ളി ഇങ്ങനെ വരുന്നത്? എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്? ഒരു പൈപ്പ് എവിടെ നിന്നാണ്? സുംബൂറുൻ അല്ലേ? ആ വെള്ളത്തുള്ളിയുടെ മുമ്പിൽ എന്താണുള്ളത്? അമാമുക്ക സുംബൂറുൻ, സുംബൂറുൻ മഫ്തൂഹൻ, സുംബൂറുൻ മഫ്തൂഹുൻ തസീലുൽ മിയാഹു ലിയാൻ അല്ലേ? ഒരു സുംബൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈപ്പ്, ഒരു ടാപ്പ്. നമ്മളെ വെള്ളം പോകുന്ന, വെള്ളം എടുക്കുന്ന പൈപ്പ് കാണുന്നുണ്ട്, ടാപ്പ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? സുംബൂറുൻ മഫ്തൂഹുൻ, തുറന്നിട്ടൊരു പൈപ്പ് കാണുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്? തസീലുൽ മിയാഹു ലിയാൻ. തസീലുൽ മിയാഹു, വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് അല്ലേ? തസീലു പറഞ്ഞാൽ സാല യസീലു, തസീലു ഒഴുകുന്നു, വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ലിയാൻ പായായി പോകുന്നു അല്ലേ? ബക്കറ്റിന് പുറത്തേക്കൊക്കെ ഇങ്ങനെ പായായി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്? അൽമാവു യജിരി ഹാരിജ് ദൽവി അല്ലേ? ബക്കറ്റിന് എന്താ പറയാ?
ദൽവുൻ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് പൈപ്പിന് എന്താ പറയാ? സുംബൂറുൻ. ഹുനാക്ക സുംബൂറുൻ. അപ്പോൾ ഇത് ശരിയാണോ? ഇങ്ങനെ പൈപ്പ് നിറഞ്ഞു കവിഞ്ഞു പോകുന്നത് ശരിയാണോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അന്നൽ മാ സമീനുല്ലേ വലാക്കിൻ ലാ തുസ്രിഫുൽ മാ. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം എന്നുള്ളത് സമീനുൻ. അന്നൽ മാ സമീനുൻ എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല വിലപ്പെട്ടതാണ്. വലാക്കിൻ ലാ തുസ്രിഫുൽ മാ ലാ നുസ്രിഫുൽ മാ. നമ്മൾ ഒരിക്കലും വെള്ളം പാഴാക്കരുത് അല്ലേ, പാഴാക്കരുത്, അമിതമാക്കരുത് എന്നൊക്കെ പറയാം. പിന്നെ എന്തൊക്കെ നമുക്ക് വെള്ളത്തുള്ളി നമുക്ക് എന്തൊക്കെ പിന്നെ പറയാം ഈ ഒരു പിക്ചർ കണ്ടിട്ട്? വേറെന്തൊക്കെയാ പറയാം ഇതിനെക്കുറിച്ച്? അൽ മാഉ മിഫ്താഹുൽ ഹയാത്ത് എന്ന് പറയാല്ലേ. ഹാഫിളു അലൈഹി, നിങ്ങളത് സൂക്ഷിക്കുക. അൽ മാഉ വെള്ളം, മിഫ്താഹുൽ ഹയാത്ത് നമ്മളെ ജീവന്റെ താക്കോലാണെന്ന് പറയാം. ഹാഫിളു അലൈഹി അതിനെ നിങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയാം. പിന്നെ അതുപോലെ എന്തൊക്കെ പോയിന്റ്സ് പറയാം? ഖത്രത്തുൽ മാ അഅ്ല മിന ദഹബിലെ, വെള്ളത്തുള്ളി വാട്ടർ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അഅ്ല മിന ദഹബി നമ്മളെ സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ് എന്ന് പറയാം അല്ലേ. നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയൂലല്ലോ അല്ലേ. എത്ര സ്വർണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ. വെള്ളം വേണം, നമ്മളെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് ലാ നുസ്രിഫു അൽ മാ അല്ലേ. പിന്നെ എന്തൊക്കെ പറയാം? ഒരു പോയിന്റ് പറയൂ. അൽ മാഉ യോനി അൽ ഹയാത്ത് എന്ന് പറയാം. പിന്നെ ലാ നസ്തതിഉ അൻ യഈശ മിൻ ഹാദൽ അർളി ബിലാ മാഉൻ. വെള്ളമില്ലാതെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് പറയാം? ലാ നസ്തതിഉ നമുക്ക് സാധിക്കുകയില്ല, അൻ നഈശ ജീവിക്കാൻ സാധിക്കൂല, മിൻ ഹാദൽ അർളി ഈ ഭൂമിയിൽ, ഫി ഹാദിഹിൽ അർളി ബിലാ മാഉൻ വെള്ളമില്ലാതെ നമുക്ക്, വെള്ളം കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. പിന്നെന്തൊക്കെ പറയാം? അൽ മാഉ സർവത്തുൻ ലാ തുഖ്ദിറു യസ്മുനു ല്ലേ ബിസമനി. ലാ തുഖ്ദിറു ബിസമനി എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറഞ്ഞത് അതൊരു സമ്പത്താണ്. അൽ മാഉ സർവത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ളത് ഒരു സമ്പത്താണ്. ലാ തുഖ്ദിറു സമനി എന്ന് വെച്ചാൽ ഇതിന്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ സാധിക്കൂല. അത്രക്ക് അങ്ങനത്തെ ഒരു വലിയ സമ്പത്താണെന്നാണ് പറയുന്നത് വെള്ളം. ലാ തുസ്രിഫുൽ മാ വലാ കുൻത അലാ നഹ്രിൻ ജാരി. ഒഴുകുന്നൊരു നദി, പുഴ ഉണ്ടെങ്കിലും നമ്മൾ വെള്ളം, നമ്മൾ മുന്നിലൊരു ഒഴുകുന്ന നദി ഉണ്ടെങ്കിലും നമ്മൾ വെള്ളം അമിതമാക്കരുത്, പാഴാക്കി കളയരുത് എന്നൊക്കെ പറയല്ലേ. അങ്ങനെ ഈ പിക്ചർ കണ്ടിട്ട് ഒരുപാട് പോയിന്റ്സുകൾ കിട്ടിയില്ലേ. പിന്നെ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിലോട്ടൊന്ന് കിടക്കാം. 11ാമത്തെ പേജിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മാ ഉൻ സ്വാഫിൻ. മാ ഉൻ എന്ന് പറഞ്ഞാൽ വാട്ടർ, സ്വാഫിൻ ക്ലിയർ വാട്ടർ എന്ന് വെച്ചാൽ മാ ഉൻ വെള്ളം, സ്വാഫിൻ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ചാപ്റ്ററിൻ്റെ പാഠഭാഗം ആദ്യം ഒന്ന് വായിക്കുക, എന്നിട്ട് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. ذات مساء رجع ولد إلى بيته حزينا. ذات مساء one evening, ഒരു ദിവസം വൈകുന്നേരം. ذات مساء എന്ന് പറഞ്ഞാൽ one evening ഒരു ദിവസം വൈകുന്നേരം. رجع ولد a boy returned. a boy رجع പറഞ്ഞാൽ മടങ്ങി, വലതുൻ ഒരു കുട്ടി, a boy ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക്. ഹസീനൻ സാഡ്. ഹസീനൻ എന്ന് പറഞ്ഞാൽ ദുഃഖത്തോടെ. ഒരു ദിവസം വൈകുന്നേരം ഒരു കുട്ടി അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഹസീനൻ ദുഃഖിതനായിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ലിഅന്നഹു സമിഅ മിൻ മുദർരിസതിഹി അൻ അത്ഫാലി ലാ യജിദൂനൽ മാഅ സ്വാലിഹ ലിശ്ശുർബി. ലിഅന്നഹു പറഞ്ഞാൽ ബിക്കോസ്, കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അവൻ വിഷമിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്? സമിയ അവൻ കേട്ടു. സമിയ പറഞ്ഞാൽ ഹിയേഡ്, അവൻ കേട്ടു. മിൻ മുദർരിസതിഹി ഫ്രം ഹിസ് ടീച്ചർ. മിൻ മുദർരിസതിഹി പറഞ്ഞാൽ ഫ്രം
ഹിസ് ടീച്ചർ, അവൻ്റെ അധ്യാപികയിൽ നിന്നും അവൻ്റെ ടീച്ചറിൽ നിന്നും അവന് കേട്ടു. അൻ അത്ഫാലിൻ, അത്ഫാല് പറഞ്ഞാൽ കുട്ടികളെ, അൻ അത്ഫാലിൻ കുറച്ച് കുട്ടികളെ കുറിച്ചാണ് കേട്ടത്. എങ്ങനത്തെ കുട്ടികളാണ്? ലാ യജിദൂന, അവർക്ക് അത്ഫാല് പറഞ്ഞാൽ എന്താ? കുട്ടികൾ. തിഫിലും ജമ്മ് അത്ഫാലാണ് കേട്ടോ. തിഫിലാണ് ഏകവചനം, അത്ഫാല് ബഹുവചനമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ തിഫിലിൻ്റെ ജമ്മാണ് അത്ഫാല്. അപ്പോൾ ലാ യജിദൂന, അപ്പോൾ അത്ഫാല് പറഞ്ഞാൽ ചിൽഡ്രൻ അല്ലേ, കുട്ടികൾ. ലാ യജിദൂന, അവർക്ക് ലഭിച്ചിരുന്നില്ല അൽമാ, വെള്ളം. ഹു ഡു നോട്ട് ഹാവ് ക്ലിയർ വാട്ടർ. അൽമാവും സ്വാലിഹ് പറഞ്ഞാൽ ക്ലിയർ വാട്ടർ, നല്ല വെള്ളം അവർക്ക്. സ്വാലിഹറ നല്ല, അൽമാവ് വാട്ടർ വെള്ളം. അവർക്ക് നല്ല വെള്ളം ലഭിച്ചിരുന്നില്ല. ഹു ഡിഡ് നോട്ട് ഹാവ് ക്ലിയർ വാട്ടർ ലിഷുറുബി, എന്തിന്? ലിഷുറുബി, ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് കുടിക്കാൻ നല്ല തെളിഞ്ഞ വെള്ളമൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനത്തെ കുട്ടികളെ കുറിച്ച് അവൻ്റെ ടീച്ചർ പറഞ്ഞത് കേട്ട ആ ഒരു കാരണത്താലാണ് അവന് വിഷമിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഫസ്അലത്തിൽ ഉമ്മു, ഫസ്അലത്തിൽ ഉമ്മു പറഞ്ഞാൽ ഹിസ് മദർ ആസ്ക്ഡ്. സഅല പറഞ്ഞാൽ ചോദിച്ചു, അൽ ഉമ്മു അവൻ്റെ ഉമ്മ ചോദിച്ചു. ഹിസ് മദർ ആസ്ക്ഡ് മാബിക യാ ബുനയ്യ, മാബിക വാട്ട്സ് റോങ്, യാ ബുനയ്യ മകനെ, കുഞ്ഞു മകനെ എന്ന് ചോദിക്കുകയാണ്. മാബിക യാ ബുനയ്യ, എന്ത് മകനെ, എന്ത് പറ്റി നിനക്ക് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. വാട്ട്സ് റോങ് മൈ സൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അൽ വലത്, അപ്പോൾ കുട്ടി പറയാണ്, ആ ബോയ്, കുട്ടി പറയാണ്, ഉമ്മ ഉരീദ് $70, ഉമ്മ മോം ഉരീദ് $70, ഐ വാണ്ട് $70 എന്ന് വെച്ചാൽ ഉരീദു എനിക്ക് വേണം, $70 എനിക്ക് $70 എനിക്ക് വേണം എന്ന് പറയണം. ഐ വാണ്ട് $70 എന്ന് പറയാം കേട്ടോ. 70 പറഞ്ഞാൽ 70, 70 ഡോളർ പറഞ്ഞാൽ ഡോളർ കേട്ടോ. ഐ വാണ്ട് $70. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണം എന്ന് പറയണേ, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നു, എനിക്കത് വേണം എന്ന് പറയണമെങ്കിൽ ഉരീദു എന്നാണ് പറയാട്ടോ. അപ്പോൾ ഒരു പെന്ന് വേണം, അപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ ഉരീദു അൽ കലം എന്ന് പറയാം. ഉരീദു അൽ കലം. അതുപോലെ ഒരു ബുക്ക് വേണമെന്ന് പറയാൻ എന്താ? ഉരീദു അൽ കിതാബ എന്ന് പറയാം. അതുപോലെ ഈ മകന്, കുട്ടി പറയാണ്, ഉരീദു $70, എനിക്ക് ഐ വാണ്ട് $70, എനിക്ക് $70 വേണമെന്ന് പറയാണ്. അപ്പോൾ ഉമ്മ, അവൻ്റെ മദർ, $70 ലിമ എന്ന് ചോദിക്കണ്ട, അത്ഭുതത്തോട് ചോദിക്കണ്ട. $70, $70, $70 ലിമ, എന്തിന്? വൈ എന്ന് ചോദിക്കുകയാണ്. എന്തിന്? വൈ എന്ന് ചോദിക്കുക. അപ്പോൾ അൽവല്ലത് ബോയ് പറയാണ്, ഉരീദു ഹഫ്റ ബിഇരിൻ ഫി അഫ്രീഖിയ, ഉരീദു, പിന്നെ വീണ്ടും അവൻ്റെ ആഗ്രഹം പറയാൻ കേട്ടോ. ഉരീദു ഹഫ്റ ബിഇരിൻ ഫി അഫ്രീഖിയ, ഐ വാണ്ട് ടു ഡിഗ് എ വെൽ ഇൻ ആഫ്രിക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, ഹഫ്റ ബിഇരിൻ ഒരു കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹഫ്റ പറഞ്ഞാൽ കുഴിക്കുക, ഹഫ്റ പറഞ്ഞാൽ ഡിഗ് കുഴിക്കുക, ബിഇറുൻ വെൽ കിണർ, ഫി അഫ്രീഖിയ ആഫ്രിക്കയിൽ ഒരു കിണർ കുഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ആ മകന് പറയാണ്, ഉരീദു ഹഫ്റ ബിഇരിൻ ഫി അഫ്രീഖിയ, ഐ വാണ്ട് ടു ഡിഗ് എ വെൽ ഇൻ ആഫ്രിക്ക എന്ന് പറയാണ്. ഇനി നമുക്ക് 12ാമത്തെ പേജിലോട്ട് നടക്കാം. അല്ല ഉമ്മ, അങ്ങനെ ആ മദർ, ആ കുട്ടിയുടെ ഉമ്മ പറയാണ്, അഫ്രീഖിയ ബലതുൻ ബായീദുൻ, അത്ഭുതത്തോടെയാണ് കേട്ടോ ഉമ്മ പറയുന്നത്. അഫ്രീഖിയ ആഫ്രിക്ക, ബലതുൻ ബായീദുൻ
എ ഫാർ അവേ കൺട്രി എന്ന് പറയാൻ ട്ടാ. ബലദുൻ അതൊരു നാട്, ഒരു രാജ്യം, കൺട്രി. ബഈദ് എന്ന് പറഞ്ഞാല് ഒരു വിദൂരത്തല്ലേ, ആ നാട് പറഞ്ഞാൽ വിദൂരത്ത്, ഒരുപാട് ദൂരല്ലേ ആഫ്രിക്ക എന്ന് പറഞ്ഞാല് എന്ന് അത്ഭുതത്തോടെ ചോദിക്കാൻ ട്ടോ. ആഫ്രിക്ക ബലദുൻ ബഈദുൻ എ ഫാർ അവേ കൺട്രി എന്ന് പറയാൻ ട്ടോ. അപ്പോൾ വലത് ആ കുട്ടി പറയാണ് എന്താണ്, നാം ഹുനാക ആലാഫും മിനസ് സിഗാരി ലൈസ ലദൈഹിം മാഉൻ സ്വാലിഹുൻ ലിശ്ശുർബി. അപ്പോൾ എന്താണ് പറയുന്നത്? നാം, യെസ്, ഹുനാക, അതെ, ഹുനാക അവിടെ, ദേർ, ഹുനാക പറഞ്ഞാൽ ദേർ, അവിടെ, ആലാഫും മിനസ് സിഗാരി, there are thousands of children. ആലാഫ് പറഞ്ഞാൽ അൽഫ് എന്ന് പറഞ്ഞാൽ എത്ര? അൽഫ് എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? അൽഫ് എന്ന് പറഞ്ഞാൽ 1000. ആലാഫ് എന്ന് പറഞ്ഞാൽ 1000-ഓളം, ഒരുപാട് ആയിരങ്ങൾ ചേർന്നതാണ് ആലാഫുൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആലാഫും മിനസ് സിഗാരി, സിഗാർ പറഞ്ഞാൽ ഒരു ജമ്മായ ഒരു ബഹുവചനമാണ് സിഗാർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഏകവചനം എന്തായിരിക്കും? ചെറിയ കുട്ടികൾക്കാണ് സിഗാർ എന്ന് പറയുക. അപ്പോൾ സൊഗീറുൻ എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ സൊഗീറിൻ്റെ ജമ്മാണ് സിഗാർ കേട്ടോ. അപ്പോൾ ഈ ജമ്മുകളൊക്കെ ഓർത്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സൊഗീറിൻ്റെ ജമ്മാണ് സിഗാർ. എന്താണ് പറയുന്നത്? ഹുനാക്ക ആലാഫും മിനസ് സിഗാരി, യെസ്, there are thousands of children. എന്ന് വെച്ചാൽ 1000-ഓളം കുട്ടികൾ. മിനസ് സിഗാരി പറഞ്ഞാൽ കുട്ടികളിൽപ്പെട്ട, ചിൽഡ്രൻസ്. ലൈസ ലദൈഹിം അവർക്കില്ല, അവരുടെ അടുക്കലില്ല. ലൈസ ലദൈഹിം എന്ന് പറഞ്ഞാൽ അവർക്കില്ല, അവരുടെ അടുക്കലില്ല. എന്ത്? മാഉൻ സ്വാലിഹുൻ ലിശ്ശുർബി. മാഉൻ എന്ന് പറഞ്ഞാൽ വാട്ടർ, സ്വാലിഹുൻ ലിശ്ശുർബി കുടിക്കാൻ നല്ല ക്ലീൻ വാട്ടർ, പ്യൂർ വാട്ടർ അവർക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ്? ഹു ഡു നോട്ട് ഹാവ് ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. ലിശ്ശുർബി പറഞ്ഞാൽ ടു ഡ്രിങ്ക്, കുടിക്കാൻ. അപ്പൊ എന്താ പറയുന്നത്? നാം ഹുനാക ആലാഫു മിനസ് സിഗാരി ലൈസ ലദൈഹിം മാഉൻ സ്വാലിഹുൻ ലിശ്ശുർബി. യെസ്, there are thousands of children who do not have clean water to drink എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മ പറയാം കേട്ടോ, മദർ പറയാണ്, യാ ബുനയ്യ, യാ കുഞ്ഞുമകനെ, എന്താണ് പറയുന്നത്? കൈഫ നജ്മ $70 ചോദിക്കാണ് മോനോട്. കൈഫ നജ്മ $70, ഹൗ ഡു വി കളക്ട് $70 എന്ന് ചോദിക്കാൻ ട്ടാ. കൈഫ എങ്ങനെയാണ് നജുമാവ് നമ്മൾ ഒരുമിച്ച് കൂട്ടുക, കളക്ട് ചെയ്യുക? നജുമാവ് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക. $70, $70, $70 നമ്മൾ എങ്ങനെ ഒരുമിച്ച് കൂട്ടി, എങ്ങനെ കളക്ട് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. യാ ബുനയ്യ, മൈ സൺ, കുഞ്ഞുമകനെ, കൈഫ നജ്മഉ $70, ഹൗ ഡു വി കളക്ട് $70? നമ്മൾ എങ്ങനെയാണ് $70 കളക്ട് ചെയ്യുക, എങ്ങനെ ഒരുമിച്ച് കൂട്ടും എന്ന് ചോദിക്കാൻ ട്ടോ ഉമ്മ. അങ്ങനെ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇതിൽ എല്ലാവരും നന്നായിട്ട് വായിക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ കമൻസിൽ ചോദിക്കുക. നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ബാക്കി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.